വന്ന പാടെ തന്നെ മേത്തത്തെ ആഭരണങ്ങളൊക്കെ ഇങ്ങോട്ട് ഊരി അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരു പകുതി ആശ്വാസം ഉണ്ട്. എന്നിട്ട് നൈറ്റ് ഡ്രസ്സ് അങ്ങോട്ട് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ്. ഞാനൊരു കാര്യം കാണിച്ചേട്ടാ നിങ്ങൾക്ക് മീന്ന് കാണുമ്പോൾ ഇത് പൂട്ടുകുറ്റിയായിട്ട് നിങ്ങൾക്ക് തോന്നണില്ലേ? നിങ്ങൾ നോക്കൂ ഗൈസ്, ഇതിനകത്തൊരു സാധനം ഇല്ല കേട്ടാ. പിന്നെ ഇതിരുത്ത് വെള്ളത്തിലിട്ടൂടെ ഇവർക്ക് ഇതിങ്ങനെ ആർക്ക് പ്രതിഷ്ഠിച്ച് വെച്ചേക്കാണെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടണില്ല കേട്ടോ. ഞാൻ പറഞ്ഞവരെ ഈ പൂട്ടുകുറ്റി ഇവിടെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മീൻകറി റിസർച്ച് ചെയ്താണ് ഞാൻ ഈ ഒരു മീൻകറിയിലെത്തിയത്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇത്തിരി വെള്ളം വെച്ചിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിടാ, ഇഷ്ടമുള്ള അത്രയും മുളക് പൊടി ഇടാം. ഞങ്ങളങ്ങനെ അധികം എരിവ് ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് 2 സ്പൂണിൽ അങ്ങോട്ട് നിർത്തേണ്ടാ. ത്തിലൊക്കെ ഒന്നും ഒരു നിവർത്തിയില്ലാണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഇങ്ങനെ തട്ടി നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു കച്ചിത്തിരുമ്പോൾ പിടിച്ച് കയറി പോരൂലേ, അതേപോലത്തെ മീൻകറിയാണ് ഇത്. എന്നിട്ട് ഈ പച്ചവെള്ളത്ത് ഈ വെള്ളം തിളച്ച് മറിയണത്തോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി വാരിടണം കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു അരോചകമായി തോന്നുമെങ്കിലും ഇത് സംഭവം ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി പച്ചവെള്ളവും ഇഞ്ചി ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടോട്ടാ. ഇതൊക്കെ ചതച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. പിന്നെ നല്ല വാളംപുളി എടുത്തിട്ട് കഴുകിയിട്ട് അതും ഇടാം. വെട്ടി തിളച്ച് ആ പുളി വെള്ളത്തിൽ കിടന്നിട്ട് നമ്മളുടെ ഈ ഒരു വെള്ളം ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഇതെൻ്റെ അമ്മായിമ്മ സ്വന്തം കൈ കൊണ്ട് തന്നെ ഉണക്കി അടച്ച് ഒരു ഭരണി ഉണ്ടായിച്ചാണ് കേട്ടോ കുടപ്പുളി. അത് ഞാൻ എടുത്തെടുത്ത് ഇത്രയും ആക്കിയിട്ടുണ്ട്. എനിക്ക് ഇത് ഇത്രയും കൂടി ഉള്ളു കേട്ടോ. ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി കുടപ്പുളിയൊക്കെ കിട്ടുമ്പോൾ പറക്കി ഉണക്കാൻ അമ്മായിമ്മനോട് പറയണം. അപ്പം ഇതിനകത്തുനിന്ന് 2 കുടംപുളി എടുക്കട്ടെ. കുടംപുളി പതി. ഈ കോടംപുളി എന്ന് പറഞ്ഞത് നമ്മളുടെ 2018 വെള്ളപ്പൊക്കൂലേ, ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കമ്മിച്ച് രക്ഷപ്പെടുത്തിയ കുടംപുളിയാണിട്ടത്. ഈ 2 കഷ്ണം അതും നമുക്ക് ഇതിനകത്ത് പറക്കിടാട്ടാ. ആ പുളി കിടന്ന് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് അങ്ങോട്ട് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ മീനുകളൊക്കെ ഇങ്ങനെ പറക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കേട്ടില്ലേ, ഈ വൈകുന്നേരം ആകുമ്പോൾ ഇതേമാതിരി നിലവിളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാം. നമുക്ക് ആ കഴുകി വെച്ചേക്കണ മീനൊക്കെ പെറുക്കി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ വെട്ടി തിളച്ച് വറ്റി നല്ല വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ട് വരുമ്പോഴേക്കും ഇത്തിരി തേങ്ങാപ്പാൽ പിഴിഞ്ഞത്തും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി അടിപൊളിയായിട്ട് സെറ്റാവട്ടോ. പുളി നല്ലോണം പിടിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്താൽ. അതേ കുഞ്ഞിൻ്റെ വാക്ക് കുഞ്ഞിൻ്റെ വച്ചുണ്ടാക്കാണ്ട് വോയിസ് ഓവറും കൊടുക്കാൻ പറ്റണില്ല, നേരിട്ടുള്ള വോയിസ് കൊടുക്കാൻ പറ്റണില്ല. എല്ലാം കൊണ്ട് ഞാൻ പെട്ടിരിക്കണം ഗൈസ്. ഒരു ജീവിതം കൊണ്ടുവന്നതാണ് ഒരു പട്ടിന. ഇപ്പം ഒന്നും പറയണ്ട. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല മീൻകറിയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ കുറച്ച് അയില വാങ്ങിച്ചോട്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് അത് മഞ്ഞപ്പൊടി മുളക് കുരുമുളകൊടിയൊക്കെ ഇട്ടിട്ട് അതും വറുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണ്ടിട്ട് ഇനി ഇതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് വിശാലമായിട്ട് ചോറ് കഴിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.